എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാര് ആ ഗലീലിയ കമ്പനി അവിടേക്ക് തന്നെ കാര്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ചോപ്പർ ആണെങ്കിൽ അവന്റെ ബൈനോക്കുലർ ഒക്കെ വെച്ച് അവിടെ മുഴുവൻ അരിച്ചു പെറുക്കും. ഷിപ്പ് റേറ്റ്സ്, ഒഫീഷ്യൽസ്, ജനങ്ങള്, അങ്ങനെ എല്ലാവരും മുക്കിലും മൂലയിലും വലിയ വലിയ ആയുധങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ആൾക്കാരെ തന്നെ ഫോക്കസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. സോ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ ആൾക്കാർ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പൊടി പോലും ബാക്കി ഉണ്ടാവില്ല. സോറോ തീർത്തു പറയും, ഇത് നമ്മുടെ അവസാനത്തെ അവസരമാണ്. ഇന്ന് ഉറപ്പായിട്ടും റോബിൻ ഇവിടേക്ക് വരും. ഇവിടെ വെച്ച് റോബിനെ കണ്ടുപിടിച്ച് അവളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. ഇൻ കേസ് നമുക്കതിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ ഒരു ബിൽഡിങ്ങിന് ചുറ്റും എത്ര സെക്യൂരിറ്റീസ് ഉണ്ടെന്ന് വളരെ കാര്യമായിട്ട് കാണിച്ചു തരും. കട്ട് ചെയ്താ ഇവിടെ ഐസ്ബർഗ് ആളിപ്പോ ആളുടെ അസിസ്റ്റന്റ് പെണ്ണിനോട് പറയും, നീ അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തേക്ക് പോയി ആ പൗലയോട് അവനോട് അകത്തേക്ക് വരാൻ പറ. അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് പോയി പൗളിയോട് ഐസ്ബർഗിന്റെ അടുത്തേക്ക് പോവാൻ പറയും. അവൾ ഒരു കാര്യം കൂടെ പൗളിയോട് പറയും, ഞാനാണ് ഈ ഒരു അതോറിറ്റിയുടെ സെക്രട്ടറി. സോ ഐസ്ബർഗ് എന്ത് കാര്യം പറഞ്ഞാലും അത് വള്ളി പുള്ളി തെറ്റാതെ നീ എന്നോട് പറഞ്ഞു തരണം. അത് കേട്ട് പൗളി അവൻ പ്രത്യേകിച്ചൊന്നും പറയാതെ ഇപ്പൊ ഐസ്ബർഗിന്റെ റൂമിലേക്ക് പോവും. പക്ഷെ ബാക്കിയുള്ള ഒഫീഷ്യൽസിന് അത് തീരെ ഇഷ്ടാവില്ല. അവരെ എല്ലാവരും ഒഴിവാക്കി പൗളിയോട് മാത്രം എന്തായിരിക്കും അവന് പറയാനുണ്ടാവുക എന്നായിരിക്കും അവർ ചിന്തിക്കുക. പൗളി അവരോട് പറയും, തൽക്കാലം ഞാൻ ഐസ്ബർഗിനെ പോയി കാണാം, എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം. അതേസമയം ആ പ്രാവ് അതാ ചീഫ് ഒഫീഷ്യൽസിനോട് പറയും, സ്ട്രോ ഹാറ്റിന്റെ ടീമില് സ്ട്രോങ് ആയിട്ടുള്ള ലൂഫി, സോറോ, റോബിൻ ഇവർക്ക് 3 പേർക്കുമാണ് ബൗണ്ടീസ് ഉള്ളത്. അതുകൂടാതെ മറ്റൊരു പെൺകുട്ടിയും മൂക്ക് നീണ്ട വേറൊരുത്തനും ഉണ്ട്. ഇത്രയും പേര് കൂടാതെ ഇനിയും മെമ്പേഴ്സ് അവരുടെ ടീമിൽ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവരെത്ര പേരുണ്ടെങ്കിലും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർ പുറം ലോകം കാണാൻ പാടില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ഐസ്ബർഗ് എന്തോ ഒരു സീക്രട്ട് മിഷൻ പൗളിയോട് പറയും. അത് കേട്ട് പൗളി അവനങ്ങനെ ഫ്രീസ് ആയിട്ടിരിക്കുകയാണ്. ഐസ്ബർഗ് പറയും, നിന്നെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. പൗളി ഒരു അല്പസമയം ആലോചിച്ച് തലയാട്ടും. ഓക്കെ, ഇത് ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്യാം. പൗളി ഡോർ തുറന്ന് ഇപ്പൊ പുറത്തേക്ക് വരും. അപ്പൊ ബാക്കി ചീഫ് ഒഫീഷ്യൽസ് അവനോട് കാര്യം അന്വേഷിക്കും. അതിന് പൗളി പറയും, പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് കാഷ്വൽ ടോക്കിനാണ് എന്നെ വിളിച്ചത്. ആക്ച്വലി എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് പുറത്തു പോകണം. ഞാൻ പോയി വരുന്നത് വരെ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? അതിനവര് പറയും, ഓ തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. അത്രയും പറഞ്ഞു പൗളി അവനിപ്പോ ഐസ്ബർഗിന്റെ ഓഫീസിലേക്ക് വരും. ഐസ്ബർഗ് പറഞ്ഞതുപോലെ അവനിപ്പോ ഓഫീസിലുള്ള ടേബിള് അതങ്ങനെ വലിച്ചു നീക്കും. അതിനുശേഷം അതിന്റെ അടിയിലുള്ള കാർപ്പറ്റ് അത് നീക്കി അതിനടിയിലുള്ള ഒരു സേഫ് ലോക്കർ അവൻ കാണും. അവൻ പാസ്വേഡ് ഒക്കെ അടിച്ച് ആ ഒരു ബോക്സിൽ നിന്ന് എന്തോ ഒന്ന് പുറത്തേക്ക് എടുക്കാൻ തുടങ്ങും. അതേസമയം റോബിനും ആ വില്ലനും അവർ രണ്ടുപേരും അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും സ്നെയിലില് ഒരു കോള് വരിക. ആ കോൾ ചെയ്യുന്നവൻ ഇവരുടെ മെയിൻ ബോസ് ആണ്. അവൻ പറയും, എന്റെ ഇൻസ്ട്രക്ഷൻ കിട്ടിയാൽ ഉടനെ നമ്മുടെ ഓപ്പറേഷൻ അത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. എന്നൊരു വലിയ ശബ്ദം കേട്ട് എല്ലാവരും ഷോക്കാവും. ആ ബിൽഡിങ്ങിന്റെ തൊട്ടു മുൻപില് വലിയൊരു പൊട്ടിത്തെറി നടന്നിരിക്കുന്നു. അതിൽ ഒരുപാട് പേർക്ക് പരുക്ക് പറ്റിയിരിക്കുകയാണ്. എല്ലാവരുടെയും ശ്രദ്ധ അതാ പൊട്ടിത്തെറി സംഭവിച്ച സ്ഥലത്തേക്കാവും. ചിലർക്കാണെങ്കിൽ പരുക്ക് പറ്റി, മറ്റു ചിലരാണെങ്കിൽ പരുക്ക് പറ്റിയവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന തിരക്കിലാണ്. ജനങ്ങളുടെ ശ്രദ്ധ തെറ്റിയെന്ന് മനസ്സിലാക്കിയ റോബിനും അവളുടെ കോവില്ലനും അവർ രണ്ടുപേരും ഇപ്പൊ ആ ബിൽഡിംഗ് ലക്ഷ്യമാക്കി ഓടിയടുക്കും. അപ്പോഴായിരിക്കും ജനങ്ങള് വളരെ ഡിഫറെന്റ് ആയിട്ട് മാസ്ക് ഒക്കെ വെച്ച ഒരാളെ കാണുക. ജനങ്ങളെല്ലാവരും ചേർന്ന് ആ മാസ്ക് വെച്ചവനെ അങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കും. ജനങ്ങൾ അവനെ തൊട്ടു തൊട്ടില്ല എന്ന അവസ്ഥയിൽ എത്തുമ്പോഴേക്കും അവൻ ചാടി ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറും. ബിൽഡിങ്ങിന്റെ മുകളിലും ഒരുപാട് ആൾക്കാര് അവനെ പിടിക്കാനായിട്ട് ഓടിയടുക്കും. അവരങ്ങനെ റൗണ്ട് ചെയ്ത് ആ മാസ്ക് മാനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അപ്പോഴേക്കും മാസ്ക് മാൻ ഞൊടിയിടയില് ചുറ്റുമുണ്ടായിരുന്നവരെ എല്ലാവരെയും തല്ലി തല്ലി കൊല്ലുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് റോബിനും ആ മാസ്ക് മാനും അവർ രണ്ടുപേരും ബിൽഡിങ്ങിന്റെ അകത്തേക്ക് ഉഷാറായിട്ട് ചാടി ഓടുകയാണ്. റോബിനാണെങ്കിൽ ആ ബിൽഡിങ്ങിനെ കുറിച്ചുള്ള A to Z കാര്യം അറിയാം. കട്ട് ചെയ്ത ഇവിടെ ചോപ്പർ അവൻ ബൈനോക്കുലറിലൂടെ അവിടെ നടക്കുന്ന കാര്യങ്ങള് അത് മുഴുവൻ നമ്മുടെ ആൾക്കാരോട് പറയും. സോറ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഈ ഗ്യാപ്പിൽ നമുക്കും അകത്തേക്ക് പോയാലോ? അങ്ങനെ അവർ പോവാൻ റെഡിയായി പുറകിലേക്ക് നോക്കുമ്പോഴായിരിക്കും സാക്ഷാൽ ലൂഫി അവനെ അവിടെ കാണാനുണ്ടാവില്ല.
അവർക്ക് കലി കയറി ഇപ്പൊ അവിടെ കിടന്ന് അലറാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ സോൾജിയേഴ്സും ജനങ്ങളും എല്ലാവരും ചേർന്ന് വലിയ ഗണ്ണൊക്കെ പോയിന്റ് ചെയ്ത് റോബിനെയും ആ മാസ്ക് മാനെയും അറഞ്ചം പുറഞ്ഞ് ഷൂട്ട് ചെയ്യും. അത് കണ്ട മാസ്ക് മാൻ ഒരു ചുവന്ന ഡ്രസ്സ് എടുത്ത് അവരെ രണ്ടുപേരെയും അങ്ങനെ കവർ ചെയ്ത് നിൽക്കും. മണിക്കൂറുകളോളം അവർ ഫയർ ചെയ്യും. ഒരുപാട് ബുള്ളറ്റ്സ് ആ ഡ്രസ്സിൽ കൊണ്ട് ആ ഡ്രസ്സ് താഴെ വീഴും. പക്ഷെ എന്താ അവിടെ റോബിന്റെയോ മാസ്ക് മാന്റെയോ പൊട്ടി പോലും ഉണ്ടാവില്ല. അവരെവിടെ പോയെന്ന് പറഞ്ഞ് ഇവർ വണ്ടടിച്ച് ചുറ്റും നോക്കും. മറ്റൊരു ഭാഗത്ത് ആ മാസ്ക് ഇട്ട പെണ്ണ്, അവളാണെങ്കിൽ ഓരോരുത്തരായിട്ട് തല്ലി തല്ലി കൊല്ലുകയാണ്. അവൾ എയറിൽ കൂടെ പറന്നു വന്ന് അവളുടെ കയ്യിലുള്ള ചാട്ട അത് വെച്ച് അവരച്ചറം പൊച്ചറ അടിക്കും. അവള് പറക്കുന്നൊക്കെ കണ്ട് എല്ലാവരും വണ്ടടിച്ച് നിൽക്കും. അടുത്ത സെക്കൻഡ് അവളിപ്പോ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് ചാടി വരും. അവള് വിടരുത്, അവളെ കൊല്ല് എന്നിങ്ങനെ എല്ലാവരും അവളെ നോക്കി വിളിച്ചു പറയും. കട്ട് ചെയ്താ ഇവിടെ പൗളി, അവനാണെങ്കിൽ ആ ലോക്കർ തുറന്ന് എന്തോ ഒരു സ്ക്രോള് കയ്യിലെടുക്കും. അപ്പോഴായിരിക്കും വമ്പൻ ട്വിസ്റ്റ്. മാസ്ക് ഇട്ട രണ്ടുപേര് ഇപ്പൊ പൗളിയുടെ തൊട്ടു പുറകിൽ നിൽക്കുകയാണ്. അവരിപ്പോ അവനോട് ആ ഒരു സ്ക്രോള് അവർക്ക് കൊടുക്കാൻ പറയും. പൗളി പേടിച്ചു വരച്ച്, നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എന്ത് വേണം? ഉടനെ അവര് പറയും, ഞങ്ങളാണ് അണ്ടർ കവർ ഇന്റലിജൻസ് ഏജൻസി, ഞങ്ങൾക്ക് ഇപ്പൊ ആ സ്ക്രോള് വേണം. പക്ഷെ പൗളി ആണെങ്കിൽ അത് സ്ട്രോങ് ആയിട്ട് ഇറുക്കി പിടിച്ച് അവരോട് പറയും, ഈ സ്ക്രോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് തരില്ല, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ. അപ്പോഴായിരിക്കും പൗളി അവരുടെ കൈ ശ്രദ്ധിക്കുക. കയ്യിലൂടെ രക്തത്തുള്ളികള് അതങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ കോറിഡോറിലുള്ളവരെ കാണിക്കും. അവരെ മുഴുവൻ തല്ലി തകർത്തിട്ടാണ് അവരിപ്പോ അവിടേക്ക് എത്തിയത്. ഇവിടെ പൗളി ആണെങ്കിൽ ഒട്ടും പതരാതെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അതിനവര് പറയും, ഓ അപ്പൊ നിനക്കും ഐസ്ബർഗിനെ പോലെ തന്നെ ഈ സ്ക്രോളിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാല്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നിന്നെയും ഐസ്ബർഗിന്റെ കൂടെ തന്നെ ഞങ്ങൾ കൊല്ലും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഗാർഡ്സ്, അവരാണെങ്കിൽ റോബിനെയും ആ മാസ്ക് മാനെയും അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. അവർക്ക് രണ്ടുപേർക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യവും അവിടെ ഇല്ല. പിന്നെങ്ങനെ അവർ രണ്ടുപേര് രക്ഷപ്പെട്ടു? ആ ഒരു ചിന്തയായിരിക്കും അവരെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യിക്കുക. കട്ട് ചെയ്താ ഇവിടെ ഐസ്ബർഗ് ആള് കൂർക്കം വലിച്ചുറങ്ങുകയാണ്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് റോബിനും ആ മാസ്ക് വില്ലനും. അവർ രണ്ടുപേരും എന്തോ കാര്യമായിട്ട് ലക്ഷ്യമാക്കി നടന്നു പോകുന്നത്. റോബിന് എന്തോ ഒരു ഡൗട്ട് തോന്നി അവള് നൈസായിട്ട് ഒന്ന് ടേൺ ചെയ്യും. അപ്പോഴായിരിക്കും അവൾ ഐസ്ബർഗിന്റെ റൂം കാണാ. അവൾ ആ മാസ്ക് മാന് ഇപ്പൊ ഐസ്ബർഗിന്റെ റൂം അത് കാണിച്ചു കൊടുക്കും. ഉടനെ ആ മാസ്ക് മാൻ അവനിപ്പോ റോബിനോട് അവനെ ജസ്റ്റ് ഒന്ന് തള്ളാൻ പറയും. അവള് കറക്റ്റായിട്ട് തള്ളും. ആ ഒരു ഫോഴ്സില് അത്രയും ഭാഗത്തുള്ള ചുമര് അതങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഐസ്ബർഗിനാണെങ്കിൽ എന്താ പറയണ്ടേന്ന് അറിയില്ല. ആളാ കാഴ്ച കണ്ട് അങ്ങനെ വണ്ടറടിച്ചിരിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു മാസ്ക് വില്ലന് ഡോർ ഫ്രൂട്ടിന്റെ പവറാണുള്ളത്. മാസ്ക് മാൻ ആണെങ്കിൽ ഐസ്ബർഗിനെ കണ്ടുടനെ അവന്റെ ഷോൾഡറിൽ ഷൂട്ട് ചെയ്യും. ഐസ്ബർഗിനാണെങ്കിൽ അവന്റെ ദേഷ്യം കൂടി വരും. അപ്പോഴായിരിക്കും ഐസ്ബർഗിനെ പിടികിട്ടുക. CP9 അവരാണ് ആക്ച്വലി ഇതിന്റെ എല്ലാം പിന്നില്. ആക്ച്വലി ഇവര് വലിയൊരു ക്രിമിനൽ ടീമാണ്. ഐസ്ബർഗിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഐസ്ബർഗിനെ അറ്റാക്ക് ചെയ്തത് ഇവരാണെന്നറിയാതെ ഐസ്ബർഗ് സ്ട്രോ ഹാറ്റ് ലൂഫിയെയും ടീമിനെയും സംശയിച്ചു. ആക്ച്വലി റോബിന്റെ ടീമിന്റെ പ്ലാൻ അത് മറ്റൊന്നും ആയിരുന്നില്ല. ഐസ്ബർഗിനെ കൊന്ന് അവൻ മരിക്കുന്നതിന് മുൻപ് ഐസ്ബർഗിനെ കൊണ്ട് തന്നെ സ്ട്രോ ഹാറ്റ് ലൂഫിയും ടീമുമാണ് അവന്റെ മരണത്തിന് പിന്നിൽ എന്ന് വരുത്തി തീർക്കണം. അതുകൊണ്ടാണ് ലാസ്റ്റ് നൈറ്റ് ഐസ്ബർഗിനെ കൊല്ലാതെ വിട്ടത്. ആക്ച്വലി ഇവർക്ക് ആവശ്യം ഒരു പ്രധാനപ്പെട്ട ഷിപ്പിന്റെ ബ്ലൂ പ്രിന്റ്. അത് ഐസ്ബർഗിന്റെ കയ്യിലാണ്. അത് അവന്റെ തലമുറയിലുള്ളവർക്ക് കൈമാറി കിട്ടിയ ഒരു ബ്ലൂ പ്രിന്റ് ആണ്. ഐസ്ബർഗിന് ആ കാര്യം മനസ്സിലായതുകൊണ്ടാണ് ആ ബ്ലൂ പ്രിന്റ് പൗളിയോട് വളരെ സേഫ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് ഐസ്ബർഗ് സീക്രട്ട് ആയിട്ട് മാറ്റാൻ പറഞ്ഞത്. ഉടനെ ആ മാസ്ക് മാൻ ഇപ്പൊ റോബിനോട് പറയും, ഞാൻ പുറത്തുള്ള ഷിപ്പ് റൈറ്റ്സുകളെ കൊല്ലാനായിട്ട് പോവാണ്. നീ ഐസ്ബർഗിന്റെ കഥ കഴിച്ച് പുറത്തേക്ക് വരണം. നമ്മുടെ ടീമിലുള്ള ബാക്കി രണ്ടുപേര് അവര് പൗളിയുടെ കയ്യിൽ നിന്ന് ആ ഒരു മാപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിനക്ക് സിഗ്നൽ കിട്ടും. സിഗ്നൽ കിട്ടിയ അടുത്ത സെക്കൻഡ് നമുക്ക് ആ മാപ്പുമായി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ ലൂഫി അന്വേഷിച്ച് വളരെ സീക്രട്ട് ആയിട്ട് ആ ബിൽഡിങ്ങിന് ചുറ്റും ഓടിക്കൊണ്ടേയിരിക്കും. ഉടനെ നാമി പറയും, ഇനി ലൂഫി അന്വേഷിച്ച് പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ഗ്യാപ്പ് അത് മുതലെടുത്ത് ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറി റോബിനെ കണ്ടുപിടിക്കാം. അതിന് സോറോയും ചോപ്പറും അവർ രണ്ടുപേരും ഓക്കെ പറഞ്ഞ് അവർ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് പോകും. അവർ ഉഷാറായി ചാടി ഓടി ആയുധങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്ന ജനങ്ങളുടെ മുൻപിലേക്കായിരിക്കും വന്ന് വീഴുക. കട്ട് ചെയ്ത നമ്മുടെ ലൂഫി അവൻ ബിൽഡിങ്ങുകൾക്കിടയിലൂടെ
ചാടുന്നതിനിടയിൽ കാല് സ്ലിപ്പായി 2 ബിൽഡിങ്ങുകൾക്കിടയിൽ അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.